So hello guys, I am Rahul Raj. Welcome back to my channel Unbox Injo. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കോളർ സ്ക്രീൻ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇപ്പം ഫോൺ കസ്റ്റമൈസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ചൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് യൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോങ്ങിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന ഈ റിംഗ്ടൂൺ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു റിംഗ്ടൂണിനനുസരിച്ചുള്ള ഏതൊരു വീഡിയോസ് ചൂസ് ചെയ്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഞങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 100% നല്ല രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഫോണിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു ലാഗോ ഒരു ബഗ്ഗോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, it's so cold. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വാണി എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ കുറേ അലോ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അലോ കൊടുത്ത് വിടുക, വേറൊന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അലോ കൊടുത്ത് ഓപ്പൺ ആക്കി വിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഒരു പേജ് കാണാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പേജ് ഇവിടെ കാണാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കാണാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ അവർ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെറ്റ് വേൾഡ് 4 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഈ ഒരു മൈക്കിൻ്റെ പടം കാണിച്ചേക്കുന്നതിനകത്ത് കേൾക്കുക ആൻസർ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പറയും. അപ്പോൾ ഈ ഒരു വേൾഡ് അവിടെ സെറ്റ് ഡൗൺ. ഇപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ഏതൊരു വേൾഡ് വേണമെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കോളൊക്കെ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു വേൾഡ് നമ്മൾ കൈകൊണ്ട് പോലും ടച്ച് ചെയ്യാതെ ഒന്ന് സ്പീക്ക് ചെയ്താൽ അത് ജസ്റ്റ് അപ്പോൾ ഫോണൊന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് കോൾ തരും. അതാണ് ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ ചെയ്ത് വെക്കുന്നത്. ഈ ഇപ്പോൾ കോൾ എടുക്കാനായാലും കട്ടാക്കാനായാലും അത് സ്പീക്കർ മോഡിൽ ഇടാനായാലും ഓട്ടോ റിപ്ലൈ മോഡിൽ ഇടാനായാലും സൈലൻറ്റ് മോഡിൽ ഇടാനായാലും ബ്ലോക്ക് മോഡിൽ ഇടാനായാലും ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടാൽ മതി. അതാണ് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് പേജിൽ. സെക്കൻഡ് പേജിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നേരെ നമ്മൾ സെക്കൻഡ് പേജിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കുറേ രീതിയിലുള്ള വാൾപേപ്പേഴ്സ് കൊടുത്തേക്കുന്നതാണ്. അതിൽ ലൈവ് വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇപ്പോൾ താഴോട്ട് നമ്മൾ ജസ്റ്റ് പോവുകയാണ്. ജസ്റ്റ് പോകുമ്പോൾ കുറേ രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കാണാൻ ഞാൻ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ നിന്ന് ലോഡാവുന്നതാണ്. അതിനുശേഷം കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഫോണിൽ ജസ്റ്റ് കോൾ വരും. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോണിൽ വിളിക്കുവാണെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഇതുപോലെ പട്ടിക്കുട്ടി വന്നിട്ട് തലയാട്ടുന്നത് ചെവിയാട്ടുന്നത് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഇത് ശ്രദ്ധിച്ച് കാണും. അപ്പോൾ നിങ്ങൾ ഈ പട്ടിക്കുട്ടിയുടെ ചെവിയല്ല ആടുന്നത്, എനിക്ക് തോന്നുന്നു ബാക്കി ഇരിക്കുന്ന ആൾ കൈ പിടിച്ചാട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെറ്റ് ഫോർ ആളെന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിടുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ ആര് വിളിച്ചാൽ പോലും ഈ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഫോട്ടോ വീഡിയോയിലും ഇത് പ്ലേ ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ വിളിക്കുമ്പോൾ മതി. നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ആരിൽ നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ കോൺടാക്റ്റിന് മാത്രം മതി, വേറെ ആരും വേണ്ട. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഒരു പ്ലസ് ഉണ്ടാവും, ഒരാളുടെ പടം കാണിച്ചിട്ട് പ്ലസ് ബട്ടൺ ഇട്ടേക്കുന്നത്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പോകാം. നമുക്ക് ഏത് കോൺടാക്റ്റ് ആണെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ വേർഷൻ എന്ന് പറയുമ്പം നമ്മൾ പ്രൈം ചെയ്യണം. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മാത്രമേ ഫ്രീ വേർഷൻ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് ജസ്റ്റ് വാച്ച് വീഡിയോ കണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആഡൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ഫ്രീ ചെയ്യാം. പക്ഷേ അത് അധികം നേരം നിൽക്കില്ല, അത് നമ്മുടെ ഫോണിൽ നിന്ന് പിന്നീട് അത് ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ പ്രൈം വേർഷൻ ഇത് ചെയ്താൽ മാത്രമേ നമുക്കിത് ഫ്രീ ആയിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് പ്രൈം ഒന്നും ഇനേബിൾ ചെയ്തില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ ഒരു ഇതിൽ ചെയ്തുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ അധികം കാര്യങ്ങൾ ഇതിനായിട്ട് കിടപ്പുണ്ട്. കുറേ അധികം നമുക്ക് ചൂസ് ചെയ്ത് കുറേ രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. കുറേ രീതിയിലുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കുറേ രീതിയിലുള്ളത് ഇനേബിൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഒരു കാൽക്കുലേറ്ററിൻ്റെ പടം ഉണ്ട് അടുത്ത നെക്സ്റ്റ് പേജിൽ. ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ നമ്മളൊരു നമ്പർ കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ നമ്പറിൽ അത് സ്പീക്ക് ചെയ്യുന്നതാണ്. സ്പീക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ നമ്പർ ഇവിടെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിവിടെ മൈക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സേ യുവർ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ മൈക്ക് സെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ നമ്പർ സേവ് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ സേവ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, അല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അടുത്ത നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ കുറേ അധികം ആപ്ലിക്കേഷൻ കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും.
ജസ്റ്റ് ഈ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഇതിൽ വെച്ചിട്ട് കുറേ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗെയിംസ് ഉണ്ട്, ആപ്പ് ഉണ്ട്, അതുപോലെ ഫ്യൂച്ചേർഡ് ഉണ്ട്. അങ്ങനെ കുറേ രീതിയിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ കോളർ സ്ക്രീൻ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്ന് മാക്സിമം ട്രൈ ചെയ്യുക. ജസ്റ്റ് ഞാനിവിടെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഇതിലങ്ങ് സെറ്റ് ചെയ്യുവാണ്. ഇത് നമുക്ക് വർക്കിംഗ് ആണോ നോക്കണ്ടേ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആളുടെ നമ്പർ, ഇവിടെ ഒരു പേര് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യണം. ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ എന്തോ അവിടെ പേരടിച്ചിട്ട് ആ കോണ്ടാക്റ്റ് കാണിക്കുന്നില്ല. ജസ്റ്റ് നമുക്കിപ്പം ഒരു കോണ്ടാക്റ്റ് നമ്മുടെ ഒരാളുടെ നെയിം ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കോൾ വരുമ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് വർക്കിംഗ് ആണോ ഇല്ലയെന്ന് അറിയണ്ടേ. ഇപ്പോൾ നമുക്കിത് വർക്കിംഗ് ആയാൽ മാത്രമല്ലേ നമുക്കൊരു പ്രയോജനമുള്ളൂ. ഇപ്പോൾ നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ആഡ് വന്നിട്ടുണ്ട്. ഈ ആഡ് വാച്ച് ആയതിനു ശേഷം നമുക്കിത് ഇനേബിൾ ആയി വന്നോളും. ഈ ലോഞ്ചർ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഇനേബിൾ ആയിക്കോളും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കോൾ വരുമ്പം ഇത് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സോ ഗൈസ് നമുക്കിപ്പോൾ ഒരു കോൾ വരും. ഇപ്പോൾ നമുക്ക് കോൾ വരുമ്പോൾ അതേ രീതിയിൽ സെറ്റായോ നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കോൾ വരുമ്പം നമുക്ക് സെറ്റായോ നോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. കണ്ടോ, നമ്മുടെ അതേ രീതിയിൽ നമ്മൾ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണോ അതേ രീതി നമ്മുടെ ഫോട്ടോസ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോ, മേളിൽ സൈലൻറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മേളിൽ സൈലൻറ്റ് ഓപ്ഷൻ ഉണ്ട്. മേളിൽ ഒരു സൈലൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സൈലൻറ്റ്, അതുപോലെ വാട്സപ്പ്, അതുപോലെ മെസ്സേജ്, അത് വോയിസ് കോൾ. അപ്പോൾ ഇത്ര ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ആ ഒരു രീതിയിൽ നമ്മുടെ കോളർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കുകയാണ്, തിരിച്ച് ആ രീതിയിൽ നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുവാണ്, കണ്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് സൈഡോട്ട് ടൈപ്പ് ചെയ്തിട്ട് മേലോട്ട് ടൈപ്പ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് വിളിച്ച് നോക്കാം. അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴും അതേ രീതിയിൽ വർക്ക് ആവും, കണ്ടോ, അതേ രീതിയിൽ. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ വളരെയധികം നമ്മുടെ ഫോണിൻ്റെ കോളർ സ്ക്രീൻ നല്ല രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ ചാനൽ ആയിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ